ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സുടുമോൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തോളൂ എല്ലാവരും. ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഞാനിപ്പോൾ ഒന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. നമുക്കിതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ടൊന്നും പറ്റിയില്ല, എന്നാലും കുറച്ചൊക്കെ ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മെസ്സേജ് ഇടാൻ പറ്റുന്നവരൊക്കെ ഒന്ന് മെസ്സേജ് ഇട്ടോളൂ കേട്ടോ. എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ടൊന്ന് അറിയിച്ചോളൂ. മെസ്സേജ് ഇട്ടാലല്ലേ നമുക്കറിയുള്ളൂ എന്തെങ്കിലും. അപ്പോൾ അതിൽ കുറേ പേരൊക്കെ എനിക്ക് ഇടുന്നുണ്ട്, കുറച്ച് പേരൊക്കെ ഇങ്ങനെ നല്ലതാണെന്നുള്ള അഭിപ്രായത്തിലിടുന്നുണ്ട്. പക്ഷെ ഒന്ന് നമ്മളെന്തെങ്കിലും പോരായ്മകളൊക്കെ ഇതിലൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് തിരുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങളോടൊന്ന് കമൻറ്റ് ചെയ്യാൻ പറയണത്. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞോളൂ ഒന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് സുടുമോൻ്റെ ഫുള്ളായിട്ട് ഇപ്പോൾ എനിക്കിതിൽ വീഡിയോ അങ്ങനെ എടുത്ത് കാണിക്കാനായിട്ട് പറ്റില്ല കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ പോലെ എപ്പോഴും നമുക്ക് ഫുൾ ടൈം നമുക്ക് ക്യാമറ ആയിട്ടൊന്നും കൊണ്ട് ഇങ്ങനെ നടന്ന് നമുക്ക് ഫുള്ള് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. നമുക്ക് നമ്മുടെ മോൻ്റെ കാര്യങ്ങളും കൂടി നോക്കണ്ടേ. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ കുറച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ക്യാമറ വരെ ഓണാക്കാൻ വരെ ഞാൻ മറന്നു പോകാറുണ്ട് സത്യത്തിൽ. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളാണല്ലോ നമ്മളിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ അത് സുടുമോനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വെളുപ്പിന് എണീറ്റ് കുത്തിരിക്കും കേട്ടോ. ചിലപ്പോൾ 2:30 എണീക്കും. പിന്നെ ചിലപ്പോൾ ഇന്ന് കറക്റ്റ് ടൈമുകളൊന്നുമില്ല. അപ്പോൾ രാവിലെ എണീറ്റ് ഇന്നലെ ഇപ്പോൾ ഒരു 3:30-3:45 ആയപ്പോൾ എണീറ്റ് കേട്ടോ സുടുമോൻ. പിന്നെ ഒരു 4:30-5 മണിയോട് കൂടി അവൻ അച്ഛൻ്റെ മടിയിലിരുന്നു. ഇത്തിരി ആരൊക്കെ TV കാണാനൊക്കെ ഒന്നിരുന്നു കേട്ടോ. അതൊരു 5 മിനിറ്റ് ഇരിക്കുള്ളൂ, 5 മിനിറ്റിൽ കൂടുതൽ പിന്നെ ഇരിക്കില്ല കേട്ടോ. പിന്നെ അവനങ്ങനെ വെളുപ്പിനെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ വാശിയില്ല. പിന്നെ പായയിൽ കിടത്തിയാലും നമ്മൾ കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ കളിക്കാനൊക്കെ ഇരുത്തി കഴിഞ്ഞാൽ നമ്മളവിടെ ഇരിക്കണം എന്നുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അവനങ്ങനെ ഇരുന്ന് കളിക്കില്ല. പിന്നെ നമ്മൾ അവനോട് എന്തെങ്കിലും വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ഇരിക്കും കേട്ടോ. ആൾ അത് കേട്ടിട്ട് തന്നെയല്ല, എന്തെങ്കിലും വേറൊരു ജലത്തിൻ്റെ പുറത്തായാലിരുന്ന് കൈയും കാലൊക്കെ പൊക്കി ഭയങ്കര ഇതൊക്കെ കളിച്ചുകൊണ്ടിരിക്കും. പിന്നെ അച്ഛൻ അവിടെ താഴെ പായയിൽ ഇറക്കിയൊക്കെ ഇരുത്തി കഴിഞ്ഞ് വന്നപ്പോൾ അമ്മമ്മ ഇരുന്ന് കളിപ്പിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ വെളുപ്പിന് ഞാനപ്പോൾ 5 മണി, നമ്മളിവിടെ 5 മണിയൊക്കെ ആകുമ്പോഴേക്കും കിച്ചണിൽ കയറും കേട്ടോ. 5 മണിയൊക്കെ ആകുമ്പോൾ അപ്പോൾ അരിയൊക്കെ അടപ്പത്തിട്ടു. പിന്നെ അത് കഴിഞ്ഞ് പച്ചപ്പയറപ്പോൾ തലേ ദിവസം തന്നെ നുറുക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് ഇറക്കി കവറിൽ കെട്ടി വെച്ചേക്കായിരുന്നു കേട്ടോ. അപ്പോൾ 2 ദിവസത്തേക്കുള്ള പയറൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ നോക്കി വയ്ക്കാനുള്ളൊരു സമയം ഇതൊന്നും കിട്ടാറില്ല കേട്ടോ. സുടുമോൻ ചില ദിവസമൊന്നും നമുക്ക് പറ്റില്ല, പെട്ടെന്ന് ഭയങ്കര വാശിയും കാര്യങ്ങളായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം രാവിലെ പയറൊക്കെ എടുത്ത് നുറുക്കണേൽ നല്ലത് നമ്മൾ തലേ ദിവസം തന്നെ നുറുക്കി വയ്ക്കുന്നതാണ് കേട്ടോ. ഇവിടെ സുടുമോൻ അങ്ങനെ കിടന്ന് ഉറങ്ങുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാറുണ്ട്. ഇവിടെ ചെയ്ത് വെച്ചില്ലെങ്കിൽ നമുക്ക് ഒന്നിനും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല കേട്ടോ. സുടുമോൻ ചില ദിവസം നമുക്ക് ഭയങ്കര വാശിയും കരച്ചിലായിരിക്കും. അപ്പോൾ നമുക്ക് പയർ നുറുക്കാൻ പോയിട്ട് പിന്നെ ഒന്നിനും പറ്റിയെന്ന് വരില്ല കേട്ടോ. ചിലപ്പോൾ വീൽ ചെയർമ ഒരൊറ്റ പിടുത്തായിരിക്കും കേട്ടോ. പിന്നെ അത് ഉന്തികൊണ്ട് ഇങ്ങനെ ചിലപ്പോൾ തന്നെ നടക്കേണ്ടി വരും. അത് ഒരാൾ തന്നെ കുറേ നേരം ഇങ്ങനെ ഉന്തലും പിടിക്കലതൊക്കെ ആകുമ്പോൾ ഒരാൾക്ക് വയ്യാണ്ടാവില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ മാറി ഇങ്ങനെ കൊണ്ടിങ്ങനെ നടക്കും കേട്ടോ. മുറ്റത്തായാലും അവിടെ ഇവിടെയും ഇപ്പം വാശി പിടിക്കും. പിന്നെ ഒന്നാമത്തെ കാര്യം പുറത്തേക്ക് ഇറക്കിയില്ലെങ്കിൽ ഭയങ്കര വാശിയായിരിക്കും കേട്ടോ. അപ്പോൾ കുറേ നേരമൊക്കെ പുറത്തേക്ക് ഇറക്കും. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവരെ പുറത്തേക്ക് വേറെ എവിടെയും കൊണ്ടുപോകാനായിട്ടോ അങ്ങനെ പറ്റണില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ അകത്ത് തന്നെ ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ള മക്കൾക്ക് ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ നമ്മളൊന്ന് മുറ്റത്തേക്കൊക്കെ ആയിട്ടൊന്ന് ഇറക്കും. അപ്പോൾ ഇങ്ങനെ അതിങ്ങനെയുള്ള അമ്മമാർക്ക് പ്രത്യേകിച്ച് അറിയാം, ഭയങ്കര വാശിയായിരിക്കും അവർക്ക്. നമുക്ക് ചിലപ്പോൾ ഒന്നിനും പറ്റിയെന്ന് വരില്ല ചില ദിവസങ്ങളിൽ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മളിങ്ങനെ നേരത്തെയൊക്കെ ചെയ്ത് വെക്കണത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ വീട്ടിൽ അങ്ങനെയാണ്. നമ്മളിങ്ങനെ സുടുമോൻ കിടന്ന് ഉറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവൻ്റേതായ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കും കേട്ടോ. അങ്ങനെയാണ് നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തേക്കായാലും നമുക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിലും പോകാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ. ഇവിടെ നേരത്തെ ചെയ്ത് വെക്കണ കാരണം കൊണ്ടാണ് നമുക്ക് എവിടേക്കായാലും പോകാനായിട്ട് അതിലൊന്നും സാധിക്കണത് കേട്ടോ. അപ്പോൾ അങ്ങനെ അരിക്കുള്ള വെള്ളം അപ്പോൾ തിളച്ച് തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ അരിയൊക്കെ വേഗം കഴുകി അതിലേക്ക് ഇട്ടു. ഇനി പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പതുക്കെ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇത് അരിയും പിന്നെ പയറുപ്പേരും വേഗം കുക്കറിലായി കഴിഞ്ഞ് പിന്നെ വേഗം ആയില്ലോ. പിന്നെ നമ്മുടെ പണികളും ഒന്ന് ഒതുങ്ങി. പിന്നെ ഇവിടെ തലേ ദിവസം പാത്രങ്ങളൊക്കെ കഴുകി വെക്കണ കാരണം കൊണ്ട് നമുക്ക് അങ്ങനെ പണികളൊക്കെ ഒന്ന് കുറവാണ് കേട്ടോ. ഇവിടെ വൈകിട്ട് തന്നെ കഴുകിയൊക്കെ വെക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ നമുക്ക് ഇങ്ങനെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം പണികളൊന്നുമില്ല. പിന്നെ നമ്മുടെ ഫ്രിഡ്ജിൽ ചിക്കൻ ഇരിക്കുന്നുണ്ട് കേട്ടോ, അത് വെക്കണം. പിന്നെ അപ്പോഴത്തേനും അരിക്കുള്ള വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ ബ്രഷ് ചെയ്യാനായിട്ട് വന്നു. അതിന് മുൻപ് ഞാൻ ബ്രഷ് ചെയ്യണതിന് മുന്നേ ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്ത് കുടിച്ചായിരുന്നു കേട്ടോ. അത് ഞാൻ ഇതിൽ കാണിക്കാനായിട്ട് ഞാൻ വിട്ടുപോയി. ഞാൻ അതിന് മുൻപ് അങ്ങനെ ചെയ്യാറുണ്ട്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബ്രഷൊക്കെ ചെയ്യാൻ വന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പാൽച്ചായയും എന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ കഴിക്കും കേട്ടോ.
പിന്നെ ദേ ഞാൻ തേങ്ങയും ഒക്കെ ഇവിടെ ഇങ്ങനെ എല്ലാ പണികളും നമ്മൾ വേഗം എളുപ്പത്തിന് വേണ്ടി ചെയ്ത് വെക്കും കേട്ടോ. അവിടെ ഒരു 5-10 തേങ്ങയൊക്കെ ഇങ്ങനെ പൊതിച്ച് വേഗം വെക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് കഴിയുന്നതിന് അനുസരിച്ചിട്ട് എടുത്താൽ മതി. ഇവിടെ അച്ഛൻ പൊതിച്ച് വെച്ച് തരും. അപ്പോൾ നമുക്ക് കറിക്ക് ആവശ്യത്തിനും പിന്നെ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കണമെങ്കിലും ഒക്കെ എടുക്കാമല്ലോ. അപ്പോൾ പിന്നെ നമുക്കൊന്ന് ഉടച്ചാൽ മതി. അപ്പോൾ അത് ഉടയ്ക്കണതിൻ്റെ വെള്ളവും ഞാൻ കുടിക്കാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാളികേരത്തിൻ്റെ വെള്ളം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നപ്പോൾ പുട്ടുണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പഴം ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുട്ടിന് ഞാലിപ്പൂവിൻ്റെ പഴം ഇരിക്കുന്നുണ്ടായി. അപ്പോൾ പിന്നെ പുട്ടുണ്ടാക്കാം. അവിടെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുട്ട്. അച്ഛന് അങ്ങനെ താല്പര്യമില്ല. അച്ഛന് പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ പറ്റില്ല. അച്ഛൻ അപ്പോൾ ഈ പച്ചപ്പയർ ഉപ്പേരിയും പപ്പടം വറുത്തതും കൂടിയും കൂട്ടി അച്ഛന് അങ്ങനെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. എനിക്കിപ്പോൾ പഴം പപ്പടം അങ്ങനെ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. എനിക്ക് അമ്മയ്ക്കും പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ കറികളൊന്നും വേണ്ട. ഞങ്ങൾ ഇങ്ങനെ കഴിക്കാനൊക്കെയാണ് ഇഷ്ടം. അപ്പം അങ്ങനെ ഞാനത് ചിരകിയെടുത്തു കേട്ടോ. അപ്പം അങ്ങനെ വേഗം പുട്ടിൻ്റെ പരിപാടി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ രാവിലത്തെ പണികളൊക്കെ പിന്നെ ഒന്ന് ഒതുങ്ങിയിട്ടോ. പിന്നെ നമ്മുടെ സുടുമോനെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പലഹാരമൊന്നും വേണ്ട. അവന് ഇങ്ങനെ ഉഴുന്ന് ചേർത്തതൊന്നും തീരെയും കഴിക്കാൻ പറ്റില്ല കേട്ടോ. അവന് തണവ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കുറുങ്ങല. അപ്പോൾ അങ്ങനത്തെ പലഹാരങ്ങളൊന്നും അവന് കൊടുക്കാനായിട്ട് പറ്റില്ല. പിന്നെ അവന് അങ്ങനെ കൊടുക്കാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ കുറുക്കാണ് കൊടുക്കാറ് കേട്ടോ. റാഗിപ്പൊടിയുടെ കുറുക്ക് കൊടുക്കും. അതവന് ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ അവന് ഈ പാലും ചായ ഏറ്റവും കുടിക്കലൊക്കെ കുറവാണ്. അപ്പോൾ അവനങ്ങനെ കുറുക്ക് അങ്ങനെ എന്തെങ്കിലും ഈ വെളുപ്പിന് എണീക്കുന്ന കാരണം കൊണ്ട് കുറുക്ക് എന്തെങ്കിലും അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട്. പിന്നെയാണ് അവൻ ഒരു 9 മണി 10 മണിയോടുകൂടി ചോറിന് അങ്ങനെ കുറുക്ക് കൊടുക്കുന്ന ദിവസം അവന് ഷേക്ക് 10 മണിയാകുമ്പോൾ കൊടുക്കില്ല. അപ്പോൾ ചോറ് എന്തെങ്കിലും കൊടുക്കുള്ളൂ കേട്ടോ. എൻ്റെ കാര്യത്തിന് എന്തായാലും സമാധാനമായിട്ട് അവനിങ്ങനെ നേരത്തെ ഒന്നും വേണ്ട. നമ്മുടെ പോലെ അങ്ങനെ നേരത്തെ ഒന്നും നമ്മൾ അവന് തിരക്ക് കൂട്ടി കൊടുത്താലും അവൻ വായ തുറന്ന് അങ്ങനെ കിട്ടില്ല കേട്ടോ. അവൻ്റെ സമയത്തിന് കൊടുത്താൽ മാത്രമാണ് കേട്ടോ അവൻ വായ തുറന്നൊന്ന് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അവന് വായ തുറന്ന് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ സുടുകൂട്ടന്. അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് തലയൊക്കെ ഇട്ട് മാറ്റിയും തിരിച്ചും പിടിച്ചൊക്കെ വേണം ഒന്ന് കൊടുക്കാനായിട്ട്. ഒരു 2.5 മണിക്കൂറെങ്കിലും അവന് ഭക്ഷണത്തിന് കൊടുക്കാൻ തന്നെ ഇരിക്കേണ്ടി വരും കേട്ടോ നമ്മൾ. അതെന്തായാലും കുഴപ്പമില്ല. പക്ഷേ എനിക്ക് അവൻ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ സമാധാനമാണ് കേട്ടോ. പിന്നെ കുറേ നേരത്തേക്ക് അവന് പിന്നെ ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴൊന്ന് ഇടവിട്ട് കൊടുത്താൽ മതിയല്ലോ. അല്ലെങ്കിൽ നമുക്ക് കഴിച്ചില്ലെങ്കിൽ നമ്മളെന്തെങ്കിലുമൊക്കെ കഴിച്ച് അവൻ ഇങ്ങനെ വിശന്നിരിക്കുമ്പോൾ എനിക്ക് ആകെ ഒരു വിഷമാട്ടോ. അവനിങ്ങനെ പറയാനും അറിയില്ല, ചോദിക്കാനും അറിയില്ല. അപ്പോൾ നമ്മൾ ഇടവിട്ടിട്ട് തന്നെ കൊടുക്കണമല്ലോ. ചില ദിവസം അവനൊന്നും കഴിക്കാൻ പറ്റാതെ വരും. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിലും ഒന്നും പറയാനറിയില്ലല്ലോ. നമ്മളത് കണ്ടറിഞ്ഞിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ അവൻ്റെ നേരത്തിന് തന്നെ കൊടുത്താൽ തന്നെയാണ് കേട്ടോ അവൻ കഴിക്കുള്ളൂ. അങ്ങനെ കുറച്ച് പിടിവാശിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാനപ്പോൾ പുട്ടിനുള്ളതൊക്കെ ഒന്ന് കുഴച്ച് അപ്പോൾ പുട്ട് കൊടുക്കൊന്ന് കഴുകിയെടുത്തിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോഴേക്കും ഞാനത് പൊടിയൊക്കെ നനച്ചിട്ട് ഞാൻ വേഗം പുട്ട് കൊടുക്കൊന്ന് കഴുകാനൊക്കെ ആയിട്ടൊന്ന് ഞാനൊന്ന് നോക്കി. ഇവിടെ പിന്നെ നമ്മൾ പിന്നെ ഇവിടെ എന്നും പലഹാരമൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ സുടുക്കൂട്ടനെ അങ്ങനെ കഴിക്കാനായിട്ടൊന്നും പറ്റണില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ ഉണ്ടാക്കൽ കുറവാണ്. അപ്പോൾ ചില ദിവസം നമ്മളിത് ഉണ്ടാക്കുമ്പോൾ അവന് റാഗിയുടെ കുറുക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ ഞാൻ ഷേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കണം. അപ്പോൾ 2 പ്രാവശ്യം പിന്നെ മധുരമായിട്ട് കൊടുക്കാൻ നിൽക്കണ്ടേ. ഇവന് പിന്നെ രാവിലെ തന്നെ ഒന്നും വേണ്ടല്ലോ. സുടുമോൻ്റെ നേരത്തിന് മാത്രമേ വേണ്ടൂ കേട്ടോ. അവൻ 10 മണിയാവാണ്ടൊന്നും ഒരു സാധനം കഴിക്കില്ല കേട്ടോ. അവൻ ആ വീൽ ചെയർമ കൊണ്ട് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതുമൊന്നും അവൻ ഇറങ്ങൂല്ല. പിന്നെ അവന് രാവിലെ എണീറ്റാൽ തന്നെ വീൽ ചെയർ വേണം. ഉന്തണ ഒരു ശീലം പോലെ ആയിട്ട് അവനത്. അപ്പോൾ അതില്ലെങ്കിൽ അവന് പറ്റില്ല. അപ്പോൾ അതുമൊന്ന് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വാശിയാണ് അവന്. അപ്പോൾ അതുമൊന്ന് ഇറക്കി കഴിഞ്ഞാൽ അവൻ കരച്ചിലും പിന്നെ നിർത്താനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും. പിന്നെ അവൻ ആ ദേഷ്യം കൂടുതലാവും. ദേഷ്യം കൂടുതൽ വരുമ്പോൾ അവൻ തലയിട്ട് ഇടിക്കൽ തുടങ്ങും. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ അതുമ്മ തന്നെ ഇരുത്താണ് കേട്ടോ. നമ്മൾ അവൻ്റെ ദേഷ്യം വരുന്ന കാരണം കൊണ്ടാണ് നമ്മൾ ആ വീൽ ചെയർമ തന്നെ അവൻ ഇരുത്തണത്. പിന്നെ കൂടുതൽ കരഞ്ഞ് വല്ല ഫിക്സും വല്ല വയ്യായിക്കും വരുത്തണ്ടല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ അച്ചാച്ചനും അങ്ങനെ തന്നെ പറയട്ടെ, അന്ന് അവനത് ഇരുത്തുമെന്ന് പറയും കേട്ടോ. അപ്പോൾ ഇപ്പം ഇരുത്തി ഇപ്പം ഇതുമെന്ന് ഇറങ്ങണില്ല എന്നുള്ള പോലെയായി. ഇറക്കി കഴിഞ്ഞാൽ അപ്പം തുടങ്ങുക. പിന്നെ ഭയങ്കര വാശി. പിന്നെ അവൻ കരച്ചിലൊന്നും നിർത്തില്ല. അങ്ങനൊരു പ്രശ്നം അവനുണ്ട് കേട്ടോ. അവനെന്ത് സാധനം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം അവനെ ഒരു പ്രാവശ്യം എന്തെങ്കിലും കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ മൈൻഡിൽ അതുണ്ട്. പിന്നെ പിന്നെ ചുരം പെട്ടെന്ന് ഇങ്ങനെ മറക്കും ചെയ്യും കേട്ടോ അവൻ. പക്ഷെ രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന് കുറച്ച് നേരം അച്ചാച്ചൻ വരുമ്പോഴാണ് കേട്ടോ ഈ വീൽ ചെയർ എടുക്കാനെന്നിങ്ങനെ പറഞ്ഞ് എടുപ്പിക്കണത്. അവനത് മിരിക്കണം. അപ്പോൾ അതിന് അച്ചാച്ചനാണ് അങ്ങനെ രാവിലെ ഇരുത്തി പഠിപ്പിക്കുന്നത്. അച്ചാച്ചനാണ് എല്ലാ കള്ളത്തരം അവനെ പഠിപ്പിക്കണത് കേട്ടോ. അതും വേണ്ട പറയാനായിട്ട്. അച്ചാച്ചൻ അങ്ങനെ കള്ളത്തരങ്ങൾ പഠിപ്പിക്കൽ കൂടുതൽ. ഇപ്പോൾ അവനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വീൽ ചെയറുമൊന്നും ഇറങ്ങൂല്ല. അങ്ങനെ കുറച്ച് കുറുമ്പുകളും ഇതൊക്കെ ഉണ്ട് കേട്ടോ അവന്.
അങ്ങനെ നമ്മുടെ ഇപ്പോൾ പണികൾ രാവിലത്തെ പണികൾ പിന്നെ ഇങ്ങനെ നടന്നോളും. പിന്നെ അമ്മ പിന്നെ അവൻ്റെ അടുത്ത് അമ്മയും അച്ഛനും ആരെങ്കിലും അങ്ങനെ രണ്ടുപേരും മാറിയിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ വേഗം അടുക്കളയിലേക്കായാലും വേഗം വന്നു കഴിഞ്ഞാൽ ചെയ്യും കേട്ടോ. അപ്പം അമ്മയ്ക്ക് ഇങ്ങനെ രാവിലെ തന്നെ എണീക്കുമ്പോൾ കാലുമുട്ട് വേദനയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ എണീക്കാനും പറ്റില്ല കേട്ടോ വെളുപ്പിന് തന്നെ. ഇപ്പോൾ ചെറിയ ഇതായിട്ട് മഞ്ഞൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത്ര ദിവസം കാലുവേദന ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇപ്പോഴാണ് ഈ മഞ്ഞ് തുടങ്ങുമ്പോൾ തൊട്ട് ഇത്തിരി അമ്മയ്ക്ക് വേദന വരും കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ ഞാൻ എണീറ്റ് ഞാൻ വേഗം ചെയ്യാമെന്ന് പറയും. അപ്പോൾ അമ്മയും അച്ഛനും മുന്നിട്ട് അവനെ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേഗം ചെയ്യാമല്ലോ. അപ്പോൾ അത് അച്ഛൻ പുട്ടൊക്കെ ആയി. അച്ഛൻ പുട്ടെടുത്ത് കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടാണ്. അപ്പോഴേക്കും ഞാൻ സുടുമോൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ സുടുമോൻ്റെ അടുത്ത് അമ്മമ്മയായിരുന്നു ഈ നേരം വരെ ഇരുന്ന് കളിക്കായിരുന്നു. ഇപ്പോൾ അതേ അവൻ എൻ്റെ അടുത്ത് ഭയങ്കര കളിയിലാട്ടാ. ഇങ്ങനെ കിടന്ന് തന്നെ ഇങ്ങനെ ഞാനവനിങ്ങനെ മേത്ത് ഇങ്ങനെ ഉമ്മ വയ്ക്കലും ഇതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാട്ടാ. ചില ദിവസം അവൻ്റെ മുഖത്ത് തൊടിയിക്കില്ല. ഇപ്പം എന്നെ എത്ര നേരം കാണാണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞാനങ്ങനെ അവനങ്ങനെ കാണാണ്ടിരുന്ന് കഴിഞ്ഞാലും ഭയങ്കര വിഷമമാട്ടാ. എന്നെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ സൗണ്ട് എവിടെയെങ്കിലും സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് തന്നെ തിരിച്ചറിയും കേട്ടോ. ഞാൻ ഏത് കൂട്ടത്തിലാണെങ്കിലും എൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അവന് അപ്പം മനസ്സിലാവും. ഞാനിവിടെ ഇല്ലെങ്കിലും അവൻ അങ്ങനെ തിരിച്ചറിയലൊക്കെ അറിയും കേട്ടോ. പിന്നെന്താ നമ്മൾ കുറേ ഇങ്ങനെ പറഞ്ഞാൽ അവൻ അങ്ങനെ അറിയില്ല മനസ്സിലാക്കാനായിട്ടുള്ളത്. എന്നിട്ട് പറയണേന്നൊന്നും അറിയില്ല കേട്ടോ. അവൻ ഒക്കേത്തിനും ആന്നൊക്കെ റിയാക്ട് ചെയ്യും. എന്തായാലും പ്രതികരിക്കണമെങ്കിലും ചെയ്യണുണ്ടല്ലോ എന്തായാലും. അത് തന്നെ ഒരു സമാധാനമാണ് കേട്ടോ. പിന്നെ അത് ഞാനപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് പുട്ടും പഴം ഒക്കെ കൂട്ടിയത് ഞാനും കഴിക്കാൻ വന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാനതൊക്കെ കഴിച്ച് കഴിഞ്ഞ് വന്നപ്പോഴേക്കും തുടയ്ക്കാനായിട്ട് വേഗം ഞാൻ നോക്കി. അപ്പോൾ നമ്മുടെ സുടുമോനെ ഹാളിൽ ഇരുത്തേണ്ടതല്ലേ. അപ്പോൾ ഞാൻ സിറ്റ് ഔട്ടും ഹാളും വേഗം തുടച്ചിട്ടു കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സുടുമോന് പായൽ കിടത്താണെന്നുണ്ടെങ്കിൽ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ജസ്റ്റൊക്കെ നീങ്ങൂട്ടാ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിഞ്ഞും ഇരുന്നും പിടിച്ചൊക്കെ നിൽക്കും അവൻ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മളിവിടെ വേഗം രാവിലെ തന്നെ ഡെറ്റോളൊക്കെ മുക്കി വേഗം തുടയ്ക്കണത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇവിടെ ആഴ്ചയിൽ നമ്മൾ സോഫയുടെ വിരികളും ഇതൊക്കെ മാറ്റും കേട്ടോ. അപ്പോൾ ഞാൻ വേഗം സോഫയുടെ വിരികളൊക്കെ ഞാൻ മാറ്റി. അപ്പോൾ അമ്മയും കൂടിയും വേഗം വന്ന് വേഗം ഇട്ടു കേട്ടോ. അപ്പോഴത്തേന് അമ്മ അതിനിടയിൽ അമ്പലത്തിൽ പോയി വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. അപ്പോഴേക്കും അമ്മ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞ് വന്നു. അപ്പോഴേക്കും അമ്മയും വേഗം വിരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ സുടുമോൻ അവിടെ തൊട്ടടുത്ത് വീൽ ചെയറിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. വീൽ ചെയറിൽ ഞാൻ ഇങ്ങനെ ഷോളുണ്ട് കെട്ടിയിട്ടാണ് ഇരുത്തിയേക്കണത് കേട്ടോ. അല്ലാണ്ട് ഒറ്റയ്ക്ക് അവൻ അങ്ങനെ ഇരുത്താൻ പറ്റില്ല. അവനിരിക്കില്ല. അവനപ്പോൾ ബ്രേക്കൊക്കെ ഇട്ട് അവിടെ ഇരുത്തിക്കാണ്. അപ്പം അങ്ങനെ അവിടെ തുടക്കലും ക്ലീനിങ്ങും ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഹാളിലെ നമ്മുടെ അവിടെ എന്നും തുടക്കലൊക്കെ തുടയ്ക്കും. പക്ഷേ സോഫയുടെ വിരി മാത്രമാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ആഴ്ചയിൽ മാറ്റും. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും സുടുമോൻ്റെ അടുത്തേക്ക് വന്നു. പിന്നെ സുടുമോൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കലായി. പിന്നെ അവന് ഈ ബ്രഷ് ചെയ്യേണ്ട കാര്യത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ബ്രഷ് ചെയ്യാൻ സുടുമോനെ ഒരു രക്ഷയില്ല കേട്ടോ. അവന് വായു തുറന്ന് അങ്ങനെ കിട്ടില്ല. ഞാനപ്പോൾ ജസ്റ്റ് വായിൽ ഇങ്ങനെ ഇത്തിരി ചൂടുവെള്ളം എടുത്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതാണ് കേട്ടോ. ഇന്നിപ്പോൾ പേസ്റ്റ് എടുത്തിട്ടില്ല. പേസ്റ്റ് എടുക്കാനായിട്ട് തീരെ സമ്മതിച്ചില്ല കേട്ടോ. ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞതാണ്. ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ അങ്ങനെ ചൂടുവെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് വായൊന്ന് കഴുകിച്ചു കേട്ടോ. അപ്പോഴേക്കും ഞാൻ അവിടെ പായൊക്കെ വിരിച്ചു തലവണയൊക്കെ കൊണ്ടുവച്ചു. അവനവിടെ അങ്ങനെ ഒന്നും അറിയാത്ത പോലെ ജസ്റ്റൊക്കെ നോക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അവനെ അവിടെ കിടത്താനുള്ള പരിപാടിക്കാണോ എന്ന് വിചാരിച്ചിട്ട് അവൻ നോക്കണമൊക്കെ ഉണ്ട്. അവന് ഇതുമെന്ന് ഇങ്ങനെ ഇറക്കണത് വലിയ ഇഷ്ടമില്ല കേട്ടോ. ഇതുമെന്ന് ഇറങ്ങിയിരിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. ഞാനിപ്പോൾ ഇന്ന് കെട്ടഴിച്ചൊക്കെ അങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇറക്കിയിരുത്തിയപ്പോൾ വലിയ പ്രശ്നം ഉണ്ടായില്ല കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര കരച്ചിൽ കറിയിട്ട് ഇതുമെന്ന് എടുത്ത് ഇറക്കണത് മാത്രമേ കാണുള്ളൂ. പിന്നെ ഇതുമെന്ന് ഇറക്കി കഴിയുമ്പോഴേക്കും പിന്നെ അച്ചാച്ചൻ്റെ എന്നുള്ള ചീത്തയും ബഹളമൊക്കെ എനിക്ക് കേൾക്കേണ്ടി വരും കേട്ടോ. നീ എന്തിനാ അവിടെ ഇറക്കി കിടത്തിയെന്ന് വെച്ചിട്ട് അതിനെ അങ്ങനെ പറയും കേട്ടോ. അച്ചാച്ചനാണ് ഇങ്ങനെ കള്ളത്തരങ്ങളൊക്കെ അതിനെ പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കരയിനെ കാണുമ്പോൾ അച്ഛന് ഭയങ്കര വിഷമം കൂടുതലാട്ടോ. അപ്പോൾ ഞാനതുമ്പോൾ തന്നെ ഇരുത്തും. ഭയങ്കര ഓവർ കരച്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അതുമ്പോൾ തന്നെ ഇരുത്തും. അല്ലെങ്കിൽ ഞാൻ അവിടെ എവിടെയെങ്കിലും മുറ്റത്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് കൊണ്ട് നടന്ന് കരച്ചിലൊക്കെ മാറ്റിയിട്ടാണ്. ഇപ്പോൾ അതിനങ്ങനെ കൊണ്ട് നടക്കാനായിട്ട് പറ്റില്ലല്ലോ. ഇപ്പോൾ സുടുമോൻ വെയിറ്റ് കൂടി. അപ്പോൾ അത് കാരണം കൊണ്ട് എടുക്കാൻ പറ്റണില്ല കേട്ടോ. എടുക്കാൻ പറ്റാണ്ട് തന്നെയില്ല. നമ്മുടെ ഒക്കത്ത് ഇരിക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ അവൻ തലയൊക്കെ പെട്ടെന്നിനെയാവും തിരിയാട്ടോ. അപ്പോൾ നമ്മുടെ മുഖത്ത് എവിടെ കൊള്ളണമെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവൻ പെട്ടെന്ന് ഇടിക്കും. അവന് പെട്ടെന്ന് ദേഷ്യം വരും കേട്ടോ. അപ്പോൾ അങ്ങനെ അങ്ങനെ ഇടിക്കണ ഒരു പ്രകൃതം ഉണ്ട് അവന്. പെട്ടെന്ന് തന്നെയാവും ഒരിടി ഇടിക്കുക. അപ്പോൾ അവന് അങ്ങനെ വേദന അറിയില്ല കേട്ടോ. അത് കാരണം കൊണ്ടാണ് അവൻ അങ്ങനെ വേദന അറിയുന്ന പിള്ളേരാണെങ്കിൽ പിന്നെയും ഇടിക്കില്ലല്ലോ. ഇവൻ അങ്ങനെ പിന്നെയും ഇടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ വാശി കൂടുതൽ വരുമ്പോഴാണ് കേട്ടോ അങ്ങനെ ഇടിക്കണത്. ചിലപ്പോൾ അവൻ നമ്മുടെ ഒക്കത്തെ ഇരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്നേഹപ്രകടനം വന്നാലും ഇവൻ ഇടിക്കും കേട്ടോ.
അപ്പോൾ നമ്മൾ അവൻ്റെ അടുത്ത് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഇരിക്കാനൊക്കെ ആയിട്ട്. ഇപ്പോൾ അവന് റീൽസൊക്കെ എടുക്കാനായിട്ട് ഞാൻ സോഫയമ്മ കൊണ്ടുവന്നിരുത്തിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ സുടുക്കുട്ടന്. അപ്പോൾ ഈ കാലൊക്കെ പൊന്തിക്കുന്നത് അവന് ഭയങ്കര സന്തോഷമാവണ നിമിഷങ്ങളിലാണ് കേട്ടോ അവൻ അങ്ങനെ കൈയും കാലൊക്കെ പൊക്കാം. അപ്പോൾ അവന് സന്തോഷമായിരുന്നു കേട്ടോ. ഇന്നലെ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവൻ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ, എന്തായാലും കമൻ്റ് ഒന്ന് ഇട്ട് അറിയിച്ചോളൂ കേട്ടോ എല്ലാവരും. അപ്പോൾ അടുത്ത ദിവസം കാണാം.